വെൽക്കം ടു ദി വുമൺ ഓഫ് ഓണർ സീരീസ്. എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു. ഒരു നല്ല വീക്കെൻഡും അതുപോലെ തന്നെ ഏറ്റവും നല്ല ഒരു വെക്കേഷനും നേരുകയാണ്. ഏറ്റവും കൂടുതലായിട്ട് നമ്മളിന്ന് കേൾക്കുന്ന ഒരു ന്യൂസാണ് കേരളത്തിൽ നിന്ന് പ്രത്യേകിച്ച് പല യുവജനങ്ങളും, അതായത് മക്കൾ അവരുടെ ഗ്രാൻഡ് പേരൻസിനെ കൊല്ലുന്നതായിട്ടും പേരൻസിനെ അറ്റാക്ക് ചെയ്യുന്നതായിട്ടും ഒക്കെ ഒരു ക്രൂവലായിട്ടുള്ള ഒരു ആക്ടിവിറ്റീസും അവരുടെ ജീവിതശൈലി ഒക്കെ ഏറ്റവും മാറിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതിൽ കൊലയും അതുപോലെ തന്നെ പല പ്രശ്നങ്ങളിലും ചെന്നപ്പെടുന്ന യുവതലമുറ. ഏറ്റവും റീസെൻ്റായിട്ട് കേൾക്കുവാനിടയായത് 13 വയസ്സുകാരിയായൊരു കുട്ടി അവളുടെ ഗ്രാൻഡ് ഫാദറിനെ കൊല്ലുന്നതായിട്ടാണ്. അപ്പോൾ നമ്മൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാകാനായിട്ടുള്ള ഒരു കാര്യമുണ്ട്. മക്കളുടെ ഇപ്പോൾ എല്ലാവരും പറയും ഇന്നത്തെ തലമുറ അവർ എല്ലാം മറന്നു പോകുന്നു, നമ്മളുടെ പോലെയല്ല അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ ഓരോ എക്സ്ക്യൂസസ് പറയുന്ന കാണാം. അതിനോട് യോജിച്ചുകൊണ്ടാണെങ്കിൽ തന്നെ നമ്മുടെ മനുഷ്യൻ്റെ ജീനിന് വലിയ വ്യത്യാസമൊന്നും വന്നിട്ടില്ലല്ലോ. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് എല്ലാവരെയും ഒരേ രീതിയിലും ദൈവത്തിൻ്റെ രൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു. ഇന്നും ജനിക്കുന്ന കുഞ്ഞ് മനുഷ്യ കുഞ്ഞാണെങ്കിൽ അത് സാധാരണ എല്ലാം സെയിം ആയിരിക്കും, ഫങ്ഷൻസ് എല്ലാം സെയിമാണ്. ബുദ്ധിയിലുള്ള മാനസികമായിട്ടുള്ള ചിന്തകളും പ്രവൃത്തികളിലുമാണ് വ്യത്യാസം വരുന്നത്. അതിൽ പല കുഞ്ഞുങ്ങളും ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കും. ഇപ്പോൾ കോമൺ ആയിട്ട് കാണുന്ന ഒരിതാണ് ഓട്ടിസം. അതുപോലെ പല സ്വഭാവത്തിൽ വരുന്ന വൈകല്യങ്ങൾ, കുഞ്ഞുങ്ങൾക്ക് പഠിക്കുവാനായിട്ടുള്ള കഷ്ടം, അങ്ങനെയുള്ള പല പ്രശ്നങ്ങളുണ്ട്, ലേണിംഗ് ഡിഫിക്കൽറ്റി ഇങ്ങനെയൊക്കെ ഉണ്ട്. അവർക്കൊക്കെയും അതിന് തക്കതായ ഒരു ട്രീറ്റ്മെൻറ്റ് അല്ലെ കൗൺസിലിങ്ങും അതിനായിട്ടുള്ള ചില തെറാപ്പികളൊക്കെ ഉണ്ട്. അതൊക്കെ മാതാപിതാക്കന്മാർ ഇന്നിപ്പോൾ കേരളത്തിലെല്ലാം അവൈലബിൾ ആയിട്ടുള്ളതുകൊണ്ട് പലരും അതിൽ ചെയ്യുന്നുണ്ട്. അങ്ങനെയൊക്കെ മക്കളെ ഏറ്റവും നല്ല രീതിയിൽ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഒരു പ്രായത്തിലെത്തുമ്പോഴേക്കും അവർ ജനിച്ച് വീഴുമ്പോൾ മുതൽ തന്നെ ഈ മൊബൈലിൻ്റെ അഡിക്ഷനിലേക്ക് അവർ പോവുകയാണ്. നമുക്കറിയാം, പല മാതാപിതാക്കളും കുഞ്ഞുങ്ങൾ ഭക്ഷണം കഴിക്കാണ്ട് മൊബൈലിനകത്ത് വീഡിയോ കാണിച്ചിട്ട് കൊടുക്കുന്നു. എല്ലാ കാര്യങ്ങൾക്കും കുഞ്ഞുങ്ങൾക്ക് മൊബൈലിൻ്റെ അഡിക്ഷനിലേക്ക് വീഴുന്നതായിട്ടാണ്. ഞാനിത് പറയുമ്പോൾ പല വർഷങ്ങളായിട്ട് ഞാൻ കാണുന്നതാണ്. വേറുള്ള ഡെവലപ്ഡ് കൺട്രീസിലും ഇതുപോലെ മക്കൾ വളരുന്നുണ്ട്. പക്ഷെ അവരുടെ പേരൻസ് ആരും ഇതുപോലെ മൊബൈൽ അത്ര യൂസ് ചെയ്യാനായിട്ട് അവരുടെ കൊടുക്കത്തില്ല. അതിനുള്ള സൈഡ് എഫക്റ്റുകളും അതുപോലെ തന്നെ ബ്രെയിനിൽ വരുത്തുന്നതായ ചേഞ്ചസൊക്കെയും അവർ ഓൾറെഡി ആ സ്റ്റഡി റിപ്പോർട്ട്സിനെയൊക്കെ ബേസ് ചെയ്ത് പേരൻസ് കോഷ്യസ് ആകുകയാണ്. നമ്മളുടെ ദേശത്ത് ഉള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എല്ലാത്തിലും നമ്മൾ ചെന്ന് വീഴും. പക്ഷേ അതിൽ നിന്ന് നമുക്ക് തിരിച്ചു കയറാനുള്ള വഴി അറിയത്തില്ല എന്നുള്ളതാണ്. അത് മുതിർന്നവരായാലും ശരി, കുട്ടികളായാലും ശരി. ഇങ്ങനെയുള്ള ഇത് കൂടിക്കൊണ്ട് വരികയല്ലാതെ കുറയാൻ പോകുന്നില്ല. അപ്പോൾ നമ്മൾ പേരൻസും ഗ്രാൻഡ് പേരൻസും ഒക്കെയും ക്ഷമയോടെ കുഞ്ഞുങ്ങളുമായിട്ട് ഇൻറ്ററാക്ഷൻ ചെയ്യുവാനും, അതുപോലെ ഇന്നിപ്പോൾ കുട്ടികളുടെ സംഖ്യ കുറവാണല്ലോ, ഓരോ ഭവനത്തിലും 1 അല്ലെങ്കിൽ 2 പേര്. അത് സിംഗിൾ ചൈൽഡ് ആണെങ്കിൽ ഇനിയും കൂടുതൽ അഡമൻ്റ് ആയിരിക്കുന്നതായിട്ട് നമുക്കറിയാം. അവർക്ക് വന്നിട്ട് കളിക്കാനും അതുപോലെ തന്നെ ഒരു ആക്ടിവിറ്റീസ്, ഇപ്പോൾ അപ്പാർട്ട്മെൻറ്റിൽ താമസിക്കുന്നവരാണേലും അല്ലാതെ ഉള്ളവരാണേലും ഒരു കമ്മ്യൂണിറ്റി ആയിട്ടുള്ള ഒരു കൂട്ടായ്മയും കളിക്കാനും എടുക്കാനും ഇൻറ്ററാക്ട് ചെയ്യാനും ഒക്കെയുള്ള സൗകര്യങ്ങൾ അത് ചെയ്തു കൊടുത്താൽ കുഞ്ഞുങ്ങളുടെ ബുദ്ധിയിൽ മാറ്റം വരും എന്നുള്ളതാണ്. പ്രത്യേകിച്ച് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ ഇരുന്ന് വീഡിയോ ഗെയിംസ് കാണുന്നു, അല്ലെങ്കിൽ അതിനകത്ത് അവർക്ക് പല ഓപ്ഷൻസ് ഉണ്ട്. അതൊക്കെ കണ്ട് നമ്മൾ തമിഴ്നാട്ടിലൊരു കുട്ടിയെ തമിഴ് ഫിലിം കണ്ടിട്ട് അതിൽ നിന്ന് ഐഡിയ കിട്ടിയിട്ട് പേരൻസിനെ ഒരു പേരൻറ്റിനെ കൊല്ലുന്നതായിട്ട് പറയുന്നതായിട്ട് കേൾക്കുവാനിടയായി. അങ്ങനെ പല പല കാര്യങ്ങളുണ്ട്. കുഞ്ഞുങ്ങൾ പെട്ടെന്ന് കോപ്പി ചെയ്യുന്നവരാണ്. അപ്പോൾ നമ്മൾ അവർക്ക് നല്ല മൂല്യങ്ങൾ കൊടുക്കുകയും ചെറിയ പ്രായം മുതൽ തന്നെ അവരെ ആ രീതിയിൽ വളർത്തിയെടുക്കാനായിട്ടുള്ള ഉത്തരവാദിത്വം പേരൻസിനുള്ളതാണ്. അത് എത്ര പണം ഉണ്ടായിട്ടും കാര്യമില്ല, അല്ലെ നമ്മുടെ ജോലിയെ മാത്രം, അല്ലെ നമ്മളുടെ സുഖസൗകര്യങ്ങളെ മാത്രം നോക്കിയിട്ട് കാര്യമില്ല. തലമുറകൾക്ക് വരുന്ന വൈകല്യമായിട്ട് പിന്നീട് അത് മാറും എന്നുള്ളതാണ്. നമ്മൾ ഏറ്റവും നല്ല ബുദ്ധിമാന്മാരായ ജനങ്ങൾ താമസിക്കുന്ന സ്ഥലമാണല്ലോ കേരളം. ദൈവം അനുഗ്രഹിച്ച് നമുക്കെല്ലാവർക്കും ദൈവം എല്ലാവിധ ശക്തിയും ബലവും എല്ലാ ബുദ്ധിശക്തിയൊക്കെയും തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട ഗവൺമെൻറ്റും വിദ്യാഭ്യാസവും എല്ലാം ഉണ്ട്.
അതിനെ പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്ത് കുഞ്ഞുങ്ങൾക്ക് മാതൃകയായി പേരൻസ് വരണം എന്നുള്ളതാണ് എൻ്റെ അപേക്ഷ. ഈ സമയം ഞാൻ ഒരു ചിൽഡ്രനെ കുറിച്ച് ഡോറത്തി ലോനെറ്റ് എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരി എഴുതിയൊരു ഭാഗം, അത് സൈക്കോളജിയോട് റിലേറ്റഡ് ആണെന്ന് ഉള്ളതാണ്. ആ ഭാഗം വായിക്കുവാനായിട്ട് ഇഷ്ടപ്പെടുകയാണ്. അതായത് ഇങ്ങനെയാണ് പറയുന്നത്: ചിൽഡ്രൻ ലേൺ വാട്ട് ദേ ലീവ്. ഇഫ് എ ചൈൽഡ് ലീവ്സ് വിത്ത് ക്രിറ്റിസിസം, he learns to condemn. If a child lives with honest hostility, he learns to fight. If a child lives with ridicule, he learns to be shy. If a child lives with shame, he learns to feel guilty. If a child lives with tolerance, he learns to be patient. If a child lives with encouragement, he learns confidence. If a child lives with praise, he learns to appreciate. If a child lives with fairness, he learns justice. If a child lives with security, he learns to have faith. If a child lives with approval, he learns to like himself. If a child lives with acceptance and friendship, he learns to find love in the world. The last portion ആണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. If a child lives with acceptance and friendship, he learns to find love in the world. ആക്ച്വലി നമ്മൾക്ക് ചുറ്റും ധാരാളം മനുഷ്യരുണ്ട്, പക്ഷേ നമ്മൾ പ്രോപ്പറായിട്ട് അതിനെ യൂസ് ചെയ്യാനോ അല്ലെങ്കിൽ മറ്റുള്ളവരെക്കുറിച്ച് ഒരു ധാരണ നമുക്കില്ലാതെ പോകുന്നല്ല. തൊട്ടടുത്ത വീട്ടിലാണെങ്കിൽ പോലും അവരുമായിട്ടൊരു ഇൻട്രാക്ഷൻ ഇല്ലാത്ത കാലമാണിന്ന്. ഇന്ന് നമ്മൾ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഏതാനും ദിവസങ്ങൾ അല്ലെങ്കിൽ വർഷങ്ങൾ മാത്രമാണ് നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നത്. പിന്നീട് നമ്മളെക്കുറിച്ച് ആരും അന്വേഷിക്കുന്നില്ല, അല്ലെങ്കിൽ നമ്മളുടെ ഇതൊന്നും ആരും അറിയുന്നതുമില്ല. ആക്ച്വലി നോക്കുകയാണെങ്കിൽ നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഗുണം ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ ഒരു ജീവിതം കുടുംബത്തിൽ മാത്രമല്ല നമ്മുടെ സറൗണ്ടിങ്ങിലും നമ്മുടെ കമ്മ്യൂണിറ്റിയിലും ഒക്കെയും ചെയ്യുവാനായിട്ടുള്ള ഒരു മനസ്സും ഒരു ഇതും നമുക്ക് ആവശ്യമാണ്. അത് പ്രത്യേകിച്ച് പറയുമ്പോൾ നമ്മൾക്ക് അങ്ങനെ ഒരു മറ്റുള്ളവരെ സഹായിക്കണമെന്നോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കഷ്ടത്തിൽ ഭാഗമാക്കണമെന്നൊക്കെയുള്ള ചിന്ത വരണമെങ്കിൽ നമ്മളുടെ ഉള്ളിൽ ദൈവം വസിക്കണം എന്നുള്ളതാണ്. അതായത് നമുക്കറിയാം എല്ലാ മതങ്ങളും പറയുന്ന ദൈവം ആത്മാവാകുന്നു, ആത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു. അപ്പോൾ നമ്മളുടെ ഹൃദയത്തിനുള്ളിൽ ദൈവചിന്തകളും ദൈവികമായിട്ടുള്ള ബ്ലെസ്സിങ്ങും അതുപോലെ ആ ഒരു ഇൻസ്പിരേഷൻ ദൈവത്തിൻ്റെതായ ആ സ്പിരിറ്റിൻ്റെ പ്രവർത്തനം നമ്മളിലുണ്ടെങ്കിൽ, ആ ഇൻട്രാക്ഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാനായിട്ട് സാധിക്കും. അതിന് ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും എല്ലാവർക്കും വേണ്ടി ആശംസിക്കുകയും ചെയ്യുന്നു. എൻ്റെ ഈ വീഡിയോ കേൾക്കുന്ന മക്കളുള്ളവരും കൊച്ചുമക്കളുള്ളവരൊക്കെയായ പലരും ഉണ്ടായിരിക്കുമല്ലോ. വളരെ ആഗ്രഹത്തോടും കൂടിയാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. കാരണം കുറച്ച് പേർക്കെങ്കിലും ഇത് പ്രയോജനപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ലോകത്ത്, നമ്മുടെ രാജ്യം, നമ്മുടെ സ്റ്റേറ്റ് അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുകൾ എല്ലാം നന്നായിരുന്നെങ്കിൽ മാത്രമേ നമുക്ക് സന്തോഷമായിട്ടുള്ളൊരു ജീവിതം കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളൂ. നമ്മളുടെ ഒരു കടമയാണ് നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും നമ്മുടെ ചുറ്റുപാടുകളിലുള്ളവരെ എല്ലാവരെയും നമ്മൾ ഓർത്ത് അവരുമായിട്ടൊരു സഹവാസം. മനുഷ്യൻ സമൂഹ ജീവിയാണല്ലോ. ഒരാൾ ഡിപ്പെൻഡ് ചെയ്യാതെ ഒരിക്കലും ഈ ലോകത്ത് നമുക്ക് ജീവിക്കാൻ സാധിക്കത്തില്ലെന്നുള്ളതാണ്. നമ്മളുടെ ഓരോ കാര്യങ്ങൾക്കും മറ്റുള്ള ഒരാളുടെ പരിശ്രമം കൊണ്ട് മാത്രമാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പം നമ്മളിൽ നിന്നും വേറൊരു കോൺട്രിബ്യൂഷൻ ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. പൊതുവായി പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യനൊരു സാമൂഹിക ജീവിയാണ്. അതുപോലെ തന്നെ അതിൽ ജാതിയോ മതമോ ഭാഷയോ ഒന്നിനെയും വേർതിരിക്കുന്നില്ല. ദൈവത്തിൻ്റെ മുമ്പിൽ എല്ലാവരും ഒരുപോലെയാണ്. എല്ലാ മനുഷ്യനും ഒരേപോലെയാണ് ദൈവത്തിൻ്റെ മുമ്പിൽ. അപ്പോൾ നമ്മൾ സമൂഹമായിട്ടും നമ്മൾ കുടുംബങ്ങളായിട്ടും നമ്മൾ വ്യക്തികളായിട്ടും നമ്മളെ തന്നെ മാറ്റിയെടുക്കേണ്ട ആവശ്യമുണ്ട്. എല്ലാവർക്കും അതിന് ദൈവം അതിനുള്ള അവസരങ്ങളും അതിനുള്ള ബുദ്ധിയും ജ്ഞാനവും തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം വീണ്ടും ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോയിൽ നിന്ന് ചുരുങ്ങുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ പ്ലീസ്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. എല്ലാവർക്കും ഒരു നല്ല ദിനം. ബൈ.